വർക്ക് എനർജി തിയറം എന്ന് പറഞ്ഞാൽ എന്താണ്? വർക്ക് ഡൺ ബൈ ഓൾ ഫോഴ്സസ് is equal to the change in kinetic energy. അതൊരു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഡെൽറ്റ കെ ഉണ്ടാക്കണമെങ്കിൽ, ഒരു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ഉണ്ടാക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? വർക്ക് ചെയ്യണം. ഓക്കെ, ഞാനോ ആരെങ്കിലും വർക്ക് ചെയ്യണം. ആ വർക്ക് വിൽ ബി ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. ഇനി ശ്രദ്ധിക്കുക, ഇവിടെ ഞാൻ ചെയ്യുന്ന വർക്ക് മാത്രമല്ല, ചിലപ്പോൾ ഫ്രിക്ഷൻ ചെയ്യും വർക്ക്, ഫ്രിക്ഷൻ ചിലപ്പോൾ കൈനറ്റിക് എനർജി കുറയ്ക്കുകയായിരിക്കും ചെയ്യുക. ചിലപ്പോൾ ഗ്രാവിറ്റി വർക്ക് ചെയ്യും, താഴേക്ക് ഗ്രാവിറ്റി വർക്ക് ചെയ്ത് കൈനറ്റിക് എനർജി കൂട്ടും. അപ്പൊ ഞാൻ ഏത് വർക്കാണ് സാർ ഇവിടെ എടുക്കേണ്ടത്? എല്ലാ വർക്കും എടുക്കാം. ആരൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടോ, വർക്ക് ഡൺ ബൈ ഓൾ ഫോഴ്സസ് ആണ് നമ്മളിവിടെ എടുക്കാൻ കേട്ടോ. ഓക്കെ, ഒരു ഫോഴ്സ് ഉണ്ടെങ്കിൽ ഒരു ഫോഴ്സ് മാത്രം എടുക്കുക. ഫ്രിക്ഷൻ ഉണ്ട്, ഫ്രിക്ഷൻ എടുക്കണം. ഗ്രാവിറ്റി ഉണ്ട്, ഗ്രാവിറ്റി എടുക്കണം. വിസ്കസ് ഫോഴ്സ് ഉണ്ട്, വിസ്കസ് ഫോഴ്സ് എടുക്കണം. ടെൻഷൻ ഫോഴ്സ് ഉണ്ട്, ടെൻഷൻ ഫോഴ്സ് എടുക്കണം. നോർമൽ റിയാക്ഷൻ ഉണ്ട്, നോർമൽ റിയാക്ഷൻ എടുക്കണം. എന്തൊക്കെ ഫോഴ്സ് വർക്ക് ചെയ്യുന്നോ അവരൊക്കെ നിങ്ങൾ ഇവിടെ എടുക്കുക. ദാറ്റ് വിൽ ബി ഈക്വൽ ടു ദി ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. കൈനറ്റിക് എനർജിനോട് ഈക്വൽ അല്ല, കൈനറ്റിക് എനർജി ചേഞ്ചിനോട് ഈക്വൽ ആയിരിക്കും അല്ലെ. മാറ്റാൻ വേണ്ടിയിട്ടല്ലേ വർക്ക് ചെയ്യുന്നത്, കൈനറ്റിക് എനർജി അല്ലല്ലോ വർക്ക്. കൈനറ്റിക് എനർജി ചേഞ്ച് വരുത്താൻ വേണ്ടിയുള്ള വർക്കാണ്. ഈ ഒരു ഫീല് കിട്ടിയോ? മനസ്സിലാവുന്നുണ്ടോ? ആലോചിച്ച് നോക്കടോ, നിങ്ങൾ ക്രിക്കറ്റ് കളിക്കാന്ന് വിചാരിക്കുക. ബോൾ ഒരു 20 ജൂളിൽ വരികയാണ്, ബോൾ ഒരു 20 ജൂൾ കൈനറ്റിക് എനർജിയിൽ വരികയാണ്, 20 ജൂൾ ഉണ്ട്. നിങ്ങൾ ഒരൊറ്റ അടി അടിച്ചു, നിങ്ങൾ അപ്പോൾ വർക്ക് ചെയ്തു. നിങ്ങൾ 20 ജൂൾ വരുന്ന സാധനത്തിന് മുകളിൽ ഒരൊറ്റ വർക്ക് ചെയ്തപ്പോൾ തിരിച്ചു പോവുക അവൻ 20 ജൂളിലാണോ? അല്ല, അവൻ വല്ല 50 ജൂളിലായിരിക്കും തിരിച്ചു പോകുക. അതുകൊണ്ടല്ലേ സിക്സർ ആവുന്നേ. 50 ജൂളിൽ വരെ സിക്സർ ആവും. അപ്പൊ നിങ്ങൾ ചെയ്ത വർക്ക് എന്താണ്? കൈനറ്റിക് എനർജിനെ കൂട്ടി. ശരിയല്ലേ? കൈനറ്റിക് എനർജിനെ കൂട്ടി. വർക്ക് ഡൺ ഇസ് എ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. ആ ഒരു ഫീൽ കിട്ടുന്നുണ്ടോ? വർക്ക് ചെയ്താൽ കൈനറ്റിക് എനർജി കൂടും, ചില സമയത്ത് വർക്ക് ചെയ്താൽ കൈനറ്റിക് എനർജി കുറയോ, വേറെ കാര്യം. എനിവേ, ദിസ് ഇസ് വർക്ക് എനർജി തിയറം. ഇനി പരീക്ഷയിൽ ഇതിന്റെ പ്രൂഫ് ചോദിക്കും. പരീക്ഷ ചോദിക്കും, മക്കളെ ഇതിന്റെ പ്രൂഫ് എന്താണ്? വാട്ട് ഇസ് ദി പ്രൂഫ് ഫോർ വർക്ക് എനർജി തിയറം? അപ്പൊ ഒരു ബേസിക് പ്രൂഫ് ഉണ്ട്, വളരെ സിമ്പിൾ ആണ്. സിമ്പിൾ ആയിട്ട് നിങ്ങൾ ചെയ്താൽ ആ മാർക്ക് വരും. ഒരു 3-4 മാർക്ക് പരീക്ഷയിൽ ചോദിച്ചിട്ടുണ്ട് ഇതിനു മുൻപ്, നിരന്തരമായി ചോദിച്ചൊരു ചോദ്യമാണ്. അതുകൊണ്ട് ശ്രദ്ധിച്ചിരിക്കുക. ഞാൻ വീണ്ടും ഓർമ്മിപ്പിക്കുകയാണ്, ഡെറിവേഷൻ ചെയ്യുമ്പോൾ കൈയും കെട്ടി അലക്സാർ ചെയ്യുന്ന അവിടെ അലക്സാറിന്റെ ഡെറിവേഷൻ ഒക്കെ ചെയ്യാൻ അറിയോ, സ്റ്റെപ്പൊക്കെ ഓർമ്മയുണ്ടോ നോക്കി ഇരുന്നിട്ട് കാര്യമൊന്നുമില്ല. അലക്സാറിന് എല്ലാ സ്റ്റെപ്പും ഓർമ്മയുണ്ടോ? പക്ഷെ നിങ്ങൾ എന്റെ ഒപ്പം ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് കാര്യം ഉണ്ടാവില്ല. അപ്പൊ ബുക്കും പെന്നും ഇപ്പൊ എടുത്തിട്ട്, സാർ ബുക്കും പെന്നും എടുത്തെന്ന് പറഞ്ഞിട്ട് ആ ബുക്കിന്റെ ഇമോജി ഒന്ന് വേണ്ടേ, എല്ലാവരും ബുക്കിന്റെ ഇമോജി ഇട്ടേ നോക്കട്ടെ. എല്ലാവരും ഇവിടെ ശ്രദ്ധിച്ചിരിക്കുന്നുണ്ടാവുന്നു. എല്ലാവരും ബുക്കിന്റെ ഇമോജി ഇടാൻ റെഡി ആയി നിൽക്കുക. നമുക്ക് എന്ത് ചെയ്യാം? അതിന്റെ ഡെറിവേഷൻ പെട്ടെന്ന് ചെയ്യാം. വളരെ സിമ്പിൾ ഡെറിവേഷൻ ആണ്. ഒരു പെട്ടി ഉണ്ട്, ഒരു മാസ് ഉണ്ട്. ആ മാസിനെ നമ്മൾ എന്താണ് ഡിസ്പ്ലേസ് ചെയ്യാൻ പോകണം. ബിക്കോസ് ബേസിക്കലി നമുക്ക് എന്താണ് കൈനറ്റിക് എനർജി ഉണ്ടാക്കണം അല്ലെ. അപ്പൊ ലെറ്റ്സ് സേ ആദ്യം തന്നെ അവനൊരു കൈനറ്റിക് എനർജി, ഒരു വെലോസിറ്റി ഉണ്ട്, യു എന്ന് പറഞ്ഞ വെലോസിറ്റി ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ ഇനീഷ്യലി കൈനറ്റിക് എനർജി ഉണ്ട്. എന്തിന് നമുക്ക് എന്താണ് പോരാ, കുറച്ചുകൂടി കൈനറ്റിക് എനർജി വേണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മളൊരു ഫോഴ്സ് അപ്ലൈ ചെയ്യില്ലേ, നമ്മൾ ഇവന്റെ മുകളിൽ ഒരു മണ്ടയ്ക്ക് ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യും. ഫോഴ്സ് നമ്മളിങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കും. കുറച്ച് കഴിയുമ്പോൾ അവന്റെ വെലോസിറ്റി യു എന്ന് മാറി എന്താവും? കുറച്ചുകൂടി കൂടില്ലേ? തീർച്ചയായും കുറച്ചും കൂടി വെലോസിറ്റി കൂടും, വി ആയി. അപ്പൊ യു എന്ന് മാറി വി എന്ന് പറഞ്ഞ വെലോസിറ്റി. ആദ്യം ഒരു 20 മീറ്റർ പെർ സെക്കൻഡിലാണ് പോയിക്കൊണ്ടിരുന്നത്, ഇപ്പൊ വല്ല 30 മീറ്റർ പെർ സെക്കൻഡിലായിരിക്കും പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ എന്ത് കാരണമാണ്? ഞാൻ ചെയ്ത ഫോഴ്സ് കാരണം. അപ്പൊ എത്ര ഡിസ്റ്റൻസ് ഫോഴ്സ് ഉണ്ടാക്കി? ഡിസ്പ്ലേസ്മെന്റ് എസ് ഡിസ്പ്ലേസ്മെന്റിൽ ഫോഴ്സ് ഉണ്ടാക്കി. ബുക്ക് വെച്ചിട്ട് നിറയ്ക്കുകയാണ് എല്ലാവരും. അടിപൊളി, എനിക്ക് ഇഷ്ടപ്പെട്ടു, എന്തുവിശ്വാസം ഇഷ്ടപ്പെട്ടു. നിങ്ങൾ ഈ എനർജി ഉണ്ടല്ലോ, ഞാൻ വീണ്ടും പറയാണ്, കഴിഞ്ഞ വർഷം നിങ്ങൾ ആ കുറെ പെട്ടിയൊക്കെ ഉണ്ട് അല്ലേ, ഫുൾ മാർക്കിന്റെ പെട്ടി, 99% പെട്ടി. ഞാൻ പറയാണ്, നിങ്ങൾ ഇത് വേണം ശ്രദ്ധിച്ച് കേട്ടോ. ആ സ്റ്റുഡൻസ് എന്ന് പറഞ്ഞാൽ ഏറ്റവും ബുദ്ധിയുള്ള സ്റ്റുഡൻസ് അല്ലായിരുന്നു. നിങ്ങൾ വിചാരിക്കുക അവരൊക്കെ ടോപ്പേഴ്സ് അല്ലേ? അല്ല, അവർ ബുദ്ധി ഇല്ലാന്നല്ല ഞാൻ പറയുന്നത്, അവർ ഏറ്റവും ബുദ്ധിയുള്ള സ്റ്റുഡൻസ് അല്ലായിരുന്നു. അവരെന്ന് പറഞ്ഞാൽ ഈ നിങ്ങളിപ്പോൾ കാണിക്കുന്ന എനർജി ഇല്ലേ, ഈ ലൈവ് ചാറ്റിൽ വന്നിട്ട് ചെയ്യും, ബുക്കൊക്കെ ഇടും, ഓക്കെ, ഇപ്പൊ തീ കത്തിക്കും, സ്മൈൽ ഇടും, തംസപ്പ് ഇടും, അത് അവസാനം വരെ ചെയ്തുകൊണ്ടിരുന്നവരായിരുന്നു. ഓക്കെ, ഇപ്പം നിങ്ങൾ ചെയ്യും. നാളെ എത്ര പേരുണ്ടാവും ഞാൻ ഫിസിക്സ് ക്ലാസ് എടുക്കാൻ വേണ്ടി ചെയ്യാൻ? അത് മറ്റന്നാൾ എത്ര പേരുണ്ടാവും? അങ്ങനെ എക്സാമിന്റെ അവസാനം വരെ എത്ര പേരുണ്ടാവുന്നു അവർക്കൊക്കെ ഫുൾ മാർക്ക് കിട്ടിയിരിക്കും, ഞാൻ ഗ്യാരണ്ടിയാണ്. അത്രേ ഉള്ളൂ. അങ്ങനത്തെ സ്റ്റുഡൻസ് ആയിരുന്നു അവർ. ഓക്കെ, ബാച്ചിന്റെ ഉള്ളിൽ അവരെന്താണ് ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യുമ്പോഴായിക്കോട്ടെ, എന്തിനും ആയിക്കോട്ടെ, അവർ ഓരോ ക്ലാസ്സും അവസാനം വരെ കറക്റ്റ് ആയിട്ട് ഫുൾ അറ്റൻഡ് ചെയ്തു, അവർക്കാണ് ഫുൾ മാർക്ക് കിട്ടിയത്. അത് നിങ്ങൾ ചെയ്യാൻ റെഡിയാണ്. ഈ എനർജി നിങ്ങൾ അവസാനം വരെ ക്യാരി ഫോർവേഡ് ആണ്, ഞാൻ ഗ്യാരണ്ടിയാണ് നിങ്ങൾക്ക് ഫുൾ മാർക്ക് കിട്ടും. ഓക്കെ, അപ്പൊ ഇവിടെ ഫോഴ്സ് ഉണ്ടാക്കി, ഇവിടെ എന്താണ് ഒരു വെലോസിറ്റി ചേഞ്ച് ഉണ്ടാക്കി, കൈനറ്റിക് എനർജി ചേഞ്ച് ഉണ്ടാവില്ലേ? ആദ്യം കുറച്ച് വെലോസിറ്റി ഉള്ളൂ, പിന്നെ കുറച്ചും കൂടി വെലോസിറ്റി ഉണ്ട്, അപ്പൊ കൈനറ്റിക് എനർജി ചേഞ്ച് വരും. അങ്ങനെയാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടതാണ്. നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് വർക്ക് ഡൺ ബൈ ഈ ഫോഴ്സ്. ഇവിടെ വേറെ ഫോഴ്സ് ഒന്നും ഇല്ല, ഫ്രിക്ഷൻ ഒന്നും ഇല്ല വിചാരിക്കാം. വർക്ക് മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണ്, ഇൻറ്റു എസ് ആണ്. ശരിയല്ലേ? അപ്പൊ എഫ് എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണെന്ന് എല്ലാവർക്കും അറിയാം. ഇനി നിങ്ങൾ ആലോചിച്ച് നോക്ക്, നിങ്ങൾ ആ ഇക്വേഷൻസ് ഓഫ് മോഷനിൽ മൂന്നാമത്തെ ഒരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടായിരുന്നില്ലേ? v² = u² + 2as എന്ന് പറഞ്ഞ ഇക്വേഷൻ എല്ലാവരും പഠിച്ചതായിരുന്നു. എല്ലാവരും പഠിച്ച ആർക്കും കാണുന്നില്ലേ? ഓക്കെ, നമുക്ക് നോക്കാം. ഡോണ്ട് വറി കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ട് ഉണ്ടോ? ഓക്കെ, ഡോണ്ട് വറി, നമുക്ക് ശരിയാക്കാം.
ഡോണ്ട് വരി. എല്ലാവർക്കും കാണുന്നുണ്ടെങ്കിൽ തിരിച്ച് ഇപ്പൊ കാണുന്നുണ്ടോ? സ്റ്റക്ക് ആയതായിരിക്കും അല്ലെ, ഇടയ്ക്ക് സ്റ്റക്ക് ആയി ഉണ്ടാവും. ഓക്കെ. അപ്പൊ സ്റ്റക്ക് ആയത് ശരിയാവും കേട്ടോ. എന്തെങ്കിലും ഇനിയും പ്രശ്നം ഉണ്ടെങ്കിൽ പറഞ്ഞാൽ മതി. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് കണ്ടിന്യൂ കേട്ടോ. സ്റ്റക്ക് ആയിട്ടുണ്ടെങ്കിൽ ഇനി ശരിയാവും. കുഴപ്പമില്ല. ശരി. അപ്പൊ ഈ ഇക്വേഷൻ എല്ലാവർക്കും ഓർമ്മയുണ്ടെന്ന് വിശ്വസിക്കുന്നു. ഇനി ആലോചിച്ചു, ഇവിടെ ഒരു AS കാണാം, അവിടെ ഒരു AS കാണാം. ഈ AS എടുത്ത് ഇവിടെ ഇട്ടാൽ നിങ്ങൾക്ക് എന്തെങ്കിലും സംഭവിക്കാൻ പറ്റും തോന്നില്ലേ? അപ്പൊ ആലോചിച്ച് നോക്കി. അപ്പൊ AS നമ്മൾ എടുത്തിടാം. ആലോചിച്ച് നോക്കി, V², ഈ U² ഇവിടെ കൊണ്ടുവന്ന -U² ഈസ് ഈക്വൽ ടു 2AS ഉണ്ടാവും. ശരിയല്ലേ? ഇനി നമുക്ക് 2AS വേണ്ട, നമുക്ക് AS മാത്രം മതി. അപ്പൊ ആ 2നെ എവിടെ കൊണ്ടുവന്നേ? അപ്പൊ യു വിൽ ഗെറ്റ് V² - U². ആ 2നെ കൂടെ കൊണ്ടുവന്നാൽ /2 ഈസ് ഈക്വൽ ടു AS. അപ്പൊ ASനെ നമുക്ക് ഐസൊലേറ്റ് ചെയ്ത് മാറ്റി നിർത്തി. അപ്പൊ AS ഈസ് ഈക്വൽ ടു ഈ സാധനം മനസ്സിലായി. ഇനി ഈ ASനെ ഞാൻ എന്ത് ചെയ്യും? അത് വെച്ചിട്ട് കൊണ്ട് റിപ്ലേസ് ചെയ്യും. സോ ഐ വിൽ ഗെറ്റ് M ഇൻറ്റു ASന് വരെ ഞാൻ എന്താ എഴുതാൻ പോകുന്നത്? V² - U²/2 എന്നാണ് ഞാൻ എഴുതാൻ പോകുന്നത്. ഓക്കെ, ഇനി ഒന്ന് ആലോചിച്ച് നോക്കണം. ഈ /2 എന്ന് പറഞ്ഞാൽ ഹാഫ് ആണ്. അപ്പൊ ഹാഫിനെ ഞാൻ പുറത്തേക്ക് എടുത്തു. ഓക്കെ, ഹാഫ് എടുത്തു. പിന്നെ ഒരു M ഉണ്ട്. ഹാഫ് ഇൻറ്റു M ഇൻറ്റു V² - U² ആണ് ബ്രാക്കറ്റിനുള്ളിൽ. ഈ 2നെ ഞാൻ എടുത്ത് പുറത്തേക്ക് നിർത്തി, ഹാഫിന് എത്തി. ഇനി ഒന്ന് ഈ സാധനം ഒന്ന് ഉള്ളിൽ കയറ്റിക്കേ. ഹാഫ് ഇൻറ്റു M ഇൻറ്റു ഫസ്റ്റ് V² മൾട്ടിപ്ലൈ, അപ്പൊ V² കൊടുത്തു, മൈനസ് ഹാഫ് ഇൻറ്റു M U² കൊടുത്തു, ഹാഫ് M U² കിട്ടും. ഇനി ഹാഫ് M V² എന്ന് പറഞ്ഞാൽ എന്താണ്? കൈനറ്റിക് എനർജിയാണ് സാർ, കൈനറ്റിക് എനർജിന്റെ ഫോർമുലയാണ്. പക്ഷെ ഈ ഹാഫ് M V² എന്ന് പറഞ്ഞാൽ എന്താണ്? അവസാനത്തെ കൈനറ്റിക് എനർജിയാണ്, ഫൈനൽ കൈനറ്റിക് എനർജി. ഓക്കെ, KF എന്ന് വിളിക്കാം, ഫൈനൽ കൈനറ്റിക് എനർജി. മൈനസ് ഹാഫ് M, ഇതെന്താണ്? ഇത് V² അല്ല, കാണുമ്പോൾ V പോലെ തോന്നുന്നുള്ളൂ, ഇത് U ആണ്. ഓക്കെ, ദിസ് ഇസ് U². ഇപ്പൊ മനസ്സിലായി. ഇതെന്താണ്? ആദ്യം ഉണ്ടായിരുന്ന കൈനറ്റിക് എനർജി, അതും കൈനറ്റിക്, പക്ഷെ ആദ്യം ഉണ്ടായിരുന്ന കൈനറ്റിക്, ഫോഴ്സ് കൊടുക്കുന്നതിന് മുൻപുണ്ടായിരുന്ന കൈനറ്റിക് എനർജി, അഥവാ എനിക്ക് പറയാം ഇനീഷ്യൽ കൈനറ്റിക് എനർജി. അതായത് ബേസിക്കലി ഈ സാധനം ഫൈനൽ കൈനറ്റിക് എനർജി മൈനസ് ഇനീഷ്യൽ കൈനറ്റിക് എനർജി. അതായത് ഫൈനൽ മൈനസ് ഇനീഷ്യൽ എന്ന് പറഞ്ഞാൽ ദിസ് ഇസ് ദി ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി ΔK. കഴിഞ്ഞ പ്രൂഫ് നോക്കിക്കേ, ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി എന്താണ്? വർക്കാണ്. എല്ലാവർക്കും ക്രിസ്റ്റൽ ക്ലിയർ ആയോ? ഒന്നുമില്ല. U എന്ന് പറഞ്ഞ സാധനത്തിനെ നമ്മൾ V ആക്കാൻ വേണ്ടി നമ്മൾ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്തു. അപ്പൊ നമ്മൾ ചെയ്ത വർക്ക് എത്രയാണ്? ഫോഴ്സ് ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ് ആണ്. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ മാസ് ഇൻറ്റു ആക്സിലറേഷൻ ആണ്. മാസ് ഇൻറ്റു ആക്സിലറേഷൻ ഇൻറ്റു ഡിസ്പ്ലേസ്മെന്റ്. ഇവിടെ കാണുമ്പോൾ നമുക്ക് തോന്നി AS എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ, അത് അവിടെയാണ് നിങ്ങൾ കണ്ടത്. അപ്പൊ അതിനൊന്ന് റിപ്ലേസ് ചെയ്യാൻ നിങ്ങളൊരു ആശ. അപ്പൊ ആശ നിങ്ങൾക്ക് എന്താണ്? തീർക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ദോശ ഉണ്ടാക്കിയില്ല, നിങ്ങൾ V² = U² + 2AS എഴുതി വെച്ചു. അതിന് AS നിങ്ങളൊന്ന് മാറ്റി നിർത്തും. അപ്പൊ V² - U²/2 ആണ് AS എന്ന് കിട്ടി. നിങ്ങൾ ഇവിടെ കൊണ്ട് ഇട്ടു. എവിടെ ഇട്ടു? ഇവിടെ ഇട്ടു. ഇവിടെ ഇട്ട് കഴിയുമ്പോൾ നിങ്ങൾക്ക് തോന്നി ഈ 2 ഇവിടെ കിടക്കുന്ന രസമല്ലോ, അവനെ നമുക്ക് പുറത്തേക്ക് എടുത്ത് ഇവിടെ മാറ്റി നിർത്താം. അപ്പൊ ഹാഫ് ആയി അവൻ. അപ്പൊ ഹാഫ് ഇൻറ്റു M ഇൻറ്റു ഇങ്ങനെ നിൽക്കുമ്പോൾ നിങ്ങൾക്ക് സുഖം തോന്നിയില്ല. അപ്പൊ നിങ്ങൾ എന്താണ്? ഹാഫ് M ഉള്ളിലേക്ക് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്തു. അപ്പൊ ഹാഫ് M V² മൈനസ് ഹാഫ് M U² ഇട്ടു. ഈ ഹാഫ് M V² നോക്കുമ്പോൾ ഇത് കൈനറ്റിക് എനർജിന്റെ ഫോർമുല ആണല്ലോ, പക്ഷെ അവസാനത്തെ കൈനറ്റിക് എനർജി അല്ലെ, ഉണ്ടി കഴിഞ്ഞപ്പോൾ കൈനറ്റിക് എനർജി, ഫൈനൽ കൈനറ്റിക് എനർജിയാണ്. ഇതും ഹാഫ് M U² ആണല്ലോ, അതും കൈനറ്റിക് എനർജി അല്ല, പക്ഷെ അത് ഇനീഷ്യൽ കൈനറ്റിക് എനർജി ആണ്. അപ്പം ഫൈനൽ മൈനസ് ഇനീഷ്യൽ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി നിങ്ങൾക്ക് മനസ്സിലായി. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായി വർക്ക് ഡൺ ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൈനറ്റിക് എനർജി. ഇതല്ലേ സാർ വർക്ക് എനർജി തിയറം? പ്രൂഫ് കഴിഞ്ഞു. ക്ലോസ്. 4 മാർക്ക് ഉറപ്പിച്ചു. അപ്പൊ ഈ പ്രൂഫ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും ഞാൻ ഓർമ്മിക്കുകയാണ്, എന്റെ കൂടെ ഇവിടെ ഡിറൈവ് ചെയ്തവർ എല്ലാവരും ഇത് പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാവും. ഇനി നിങ്ങൾ 2-3 പ്രാവശ്യം ഒറ്റയ്ക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാവർക്കും എന്താണ് പരീക്ഷയിൽ എങ്ങനെ ചോദിച്ചാലും എപ്പോൾ ചോദിച്ചാലും നിങ്ങൾക്ക് ഉത്തരം പറയാൻ പറ്റും. ഞാൻ ഗ്യാരണ്ടിയാണ്. ഓക്കെ, സിമ്പിൾ ഡെറിവേഷൻ ആയിരുന്നു ഇത്. പരീക്ഷ ചോദിക്കും കേട്ടോ, ചോദിച്ചിട്ടുണ്ട് കേട്ടോ.